മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 6th ചാപ്റ്ററായ വാട്ടർ ജലം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജലത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജലം ഉണ്ടെങ്കിൽ മാത്രമേ ജീവന് നിലനിൽപ്പുള്ളൂ എന്നും നമുക്ക് അറിയാം, അല്ലേ? വാട്ടർ ഈസ് എ പ്രീഷ്യസ് നാച്ചുറൽ റിസോഴ്സസ്. അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ് വാട്ടർ എന്ന് പറയുന്നത്. Do you know that the substances of water, the gases for the origin of the life on earth? ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് കാരണമായത് ജലത്തിന്റെ സാന്നിധ്യം മൂലമാണെന്ന് അറിയാമല്ലോ. ഈസ് ഇൻ ദ interesting that 65% of the body parts of animals and plants contain water. അതുപോലെ തന്നെ ഏകദേശം 65% ജലം ആണ് നമ്മുടെ സസ്യങ്ങളുടെ ആയാലും ജന്തുക്കളുടെ ആയാലും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. Water is essential not only for sustaining life but also for agriculture, industry, energy production and transportation. We use water for different purposes in day-to-day life. We get water in large amount from different natural resources. ഏതൊക്കെ? റെയിൻ വാട്ടർ, വെൽസ്, backwaters, streams, rivers and oceans are different water resources. Different water resources ഏതൊക്കെയാണ്? റെയിൻ വാട്ടർ, വെൽസ്, backwater, streams, rivers and oceans are different water resources. ഓക്കെ, അപ്പം ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല കൃഷി, വ്യവസായം, ഊർജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കെല്ലാം ജലം ആവശ്യമാണ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിയിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് വൻതോതിൽ ജലം നമുക്ക് ലഭ്യമാകുന്നത്. ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ജലം ലഭ്യമാകുന്നത്? മഴവെള്ളം, കിണർ, ജലാശയങ്ങൾ, അരുവികൾ, നദികൾ, കടൽ എന്നിവയൊക്കെ നമ്മുടെ ജലസ്രോതസ്സുകളാണ്. ഓക്കെ, ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Water is a substances found in nature in all three states of matter. ഏതൊക്കെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ്. 3 സ്റ്റേറ്റിലാണ് വാട്ടർ ഉള്ളത്. ഏതൊക്കെ? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് വാട്ടർ കാണപ്പെടുന്നത്. ജലത്തിന്റെ എന്തൊക്കെ സവിശേഷതകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ജലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? വാട്ടർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഫോർ സസ്റ്റൈനിങ് ലൈഫ്, ജീവൽ പ്രവർത്തനങ്ങൾക്ക്, ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക്, ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്, വ്യവസായ ആവശ്യങ്ങൾക്ക്, ഫോർ എനർജി പ്രൊഡക്ഷൻ, ഊർജോൽപാദനത്തിന്, ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിന്, ഫോർ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തോ വാട്ടർ യൂസ് ചെയ്യുന്നു. ഓക്കെ, water is a precious natural resource. Water is essential for all biological processes in all living beings. We use water for different purpose in day-to-day life. Plants need water for photosynthesis and its growth. Water is essential not only for sustaining life but also and transportation. അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ് ജലം എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ജൈവ പ്രവർത്തനങ്ങൾക്ക് ജലം അത്യാവശ്യമാണ്. നിത്യജീവിതത്തിലെ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നു. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന്, അവയുടെ വളർച്ചയ്ക്കും ജലം ആവശ്യമാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല കൃഷി, വ്യവസായം, ഊർജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കും ജലം ആവശ്യമാണ്. ജലത്തിന്റെ സവിശേഷതകളാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. More than 70% of the earth is covered with water. ഭൂമിയിൽ ഏകദേശം 70% കൂടുതൽ ജലമാണെന്ന് നമുക്കറിയാം, അല്ലേ? Water is found in nature in 3 states of matter, namely ഏതൊക്കെ സ്റ്റേറ്റ്സ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ ജലം കാണപ്പെടുന്നു. വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. ജലം സാർവലായകം എന്ന് അറിയപ്പെടുന്നു. വാട്ടർ ഈസ് ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ജലം 100 ഡിഗ്രി താപനിലയിൽ തിളയ്ക്കുന്നു. വാട്ടർ
freezes in 0 degree Celsius. എത്ര ഐസാകുന്നത് 0 degree Celsiusലാണ്. ഓക്കെ, നമുക്ക് അടുത്തതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ തിളനില. അറേഞ്ച് ദ അപ്പാരറ്റസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കും പോലെ ഒരു അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് 3 quarters ഓഫ് വാട്ടർ ഇൻ റൗണ്ട് bottomed flask. Arrange a thermometer in such a way that it is kept immersed in water inside the flask. Record the initial thermometer reading. അപ്പോൾ ചുവടുരുണ്ട ഫ്ലാസ്കിൽ 3/4 ഭാഗം ജലം എടുക്കുക. ജലത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ ക്രമീകരിക്കുക. തെർമോമീറ്ററിലെ റീഡിംഗ് രേഖപ്പെടുത്താനാണ്. ഹീറ്റ് ദ വാട്ടർ ഇൻ ദ ഫ്ലാസ്ക്. റെക്കോർഡ് ദ ടെമ്പറേച്ചർ ഫ്രം ദ തെർമോമീറ്റർ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഫ്ലാസ്കിലെ ജലം ചൂടാക്കുക, എന്നിട്ട് തെർമോമീറ്ററിലെ താപനില നിശ്ചിത ഇടവേളകളിൽ രേഖപ്പെടുത്താനാണ്. വെൻ ഡസ് ദ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ്. തെർമോമീറ്ററിലെ താപനില എപ്പോഴായിരിക്കും സ്ഥിരമായി നിൽക്കുന്നത്? 100 degree Celsius എത്തുമ്പോഴത്തേക്കായിരിക്കും സ്ഥിരമായി നിൽക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്? എന്തുകൊണ്ടാണ് താപനില മാറാതെ നിൽക്കുന്നത്? ജലത്തിന് എന്താണ് സംഭവിക്കുന്നത്? ദിസ് ടെമ്പറേച്ചർ ഇസ് കാൾഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഈ താപനിലയെ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. ഏത് താപനില? 100 degree Celsius എത്തുന്ന ആ താപനില, അതിനെയാണ് എന്തോന്ന് പറയുന്നത്? തിളനില എന്ന് പറയുന്നത്, ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ദ ബോയിലിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിന്റെ തിളനിലയാണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 degree Celsius. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 degree Celsius ആണ്. Once boiling starts, why does the temperature not rise accordingly even when heat is supplied? നമ്മൾ പിന്നെ എത്ര താപം കൊടുത്താലും ആ ബോയിലിംഗ് പോയിന്റ് ഉയരുന്നില്ല. എന്താണ് കാരണം? തിളയ്ക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും നൽകിയാൽ അതനുസരിച്ച് താപനില ഉയരാത്തത് എന്തുകൊണ്ടാണ്? Is there any changes of temperature if the thermometer is raised a little and kept just above the surface of water when water boils? ജലം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തെർമോമീറ്റർ അല്പം ഉയർത്തി ജലനിരപ്പിന് തൊട്ടുമുകളിലായി നിർത്തിയാൽ താപനിലയിൽ മാറ്റം ഉണ്ടാവുന്നു. ആ മാറ്റം ഉണ്ടാകാത്തതിന് കാരണം എന്തോന്നാണ് നോക്കിയോ? ഓൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ജലം തിളച്ചു തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില ഉയരാത്തത്. Hence, all the excess heat supplied will be contained in the steam at the same temperature. അതിനാൽ നാം കൊടുത്ത അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിരിക്കും. മനസ്സിലായോ? എത്ര നമ്മൾ 100 ഡിഗ്രി കഴിഞ്ഞാൽ അതിൽ നിന്ന് ടെമ്പറേച്ചർ ഉയരാത്തത് കാരണം എന്താണ്? ജലം തിളച്ചു തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനാൽ നാം കൊടുത്ത അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിരിക്കും. ആൻസർ: തിളയ്ക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും നൽകിയാലും അതനുസരിച്ച് താപനില ഉയരാത്തത് എന്തുകൊണ്ട്? ഈ ഒരു ആൻസർ എഴുതുക. Once boiling starts, why doesn't the temperature not rise accordingly even when heat is supplied? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത്. Once water starts boiling, the temperature will not change because all the heat supplied is utilized for the change of state. Hence, all the excess heat supplied will be contained in the steam at the same temperature. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്ക്. Now can you explain why steam causes more severe burns than boiling water at the same temperature? തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലേക്കാൾ ഗുരുതരമാകും ഇതേ താപനിലയിലുള്ള നീരാവി കൊണ്ടുള്ള
പറഞ്ഞല്ലോ. വാട്ടർ കണ്ടെയ്ൻസ് അതർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ആൾസോ ബോയിൽ അറ്റ് 100 degrees Celsius. ഫൈൻഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് വാട്ടർ ആഫ്റ്റർ ആഡിങ് സം കോമൺ സാൾട്ട് ടു ഇറ്റ്. അപ്പോൾ തിളച്ച വെള്ളം തിളയ്ക്കാൻ 100 degree Celsius വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം എത്ര തിളപ്പിച്ചാലും അതിൽ കൂടുതൽ തിളനില 100 ഡിഗ്രിയിൽ കൂടില്ല. എന്താണ് കാരണം? ബാക്കി അത് നീരാവിയായി മാറാനുള്ള ബാക്കി ഹീറ്റെല്ലാം നീരാവിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 100 degree Celsius തിളനിലയിൽ നമ്മുടെ കൈ പൊള്ളുന്നത് പോലെ അതിനേക്കാളും നല്ല രീതിയിൽ പൊള്ളലേൽക്കാം ഈ നീരാവി നമ്മുടെ കയ്യിൽ അടിക്കുമ്പോഴത്തേക്ക്. ഓക്കെ. Does water containing other dissolved substances also boil at 100 degree Celsius? മറ്റു പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന ജലം 100 ഡിഗ്രിയിൽ തിളയ്ക്കുമോ? ജലത്തിൽ അല്പം കറിയുപ്പ് ചേർത്ത് ചൂടാക്കി കണ്ടുപിടിക്കാനാണ്. ജലത്തിൽ അല്പം കറിയുപ്പ് ചേർക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ജലത്തിലെ എന്തെങ്കിലും വസ്തുക്കൾ ലയിപ്പിച്ച് ചേർത്ത് തിളപ്പിക്കുകയാണെങ്കിൽ അതിന്റെ തിളനില എന്ന് പറയുന്നത്, ജലത്തിൽ കറിയുപ്പ് ചേർക്കുമ്പോഴത്തേക്ക് അതിന്റെ തിളനില എന്ന് പറയുന്നത് 100 degree Celsius കൂടുതലായിരിക്കും. അപ്പോൾ 100 degree Celsius ആയിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കേഴ്സ്. ഡു യു നോ വൈ? പ്രഷർ കുക്കറുകളിൽ ആഹാരം പാകം ചെയ്യാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രഷർ. In pressure cookers, water boils at 120 degrees Celsius. Hence, high temperature exists inside the cooker. അപ്പോൾ മർദ്ദം കൂടുമ്പോഴത്തേക്ക് ജലത്തിന്റെ തിളനില ഉയരുന്നു. പ്രഷർ കുക്കറിലെ ജലം എത്ര? 120 degree Celsius തിളയ്ക്കുന്നത്. അതിനാൽ ഉള്ളിൽ ഉയർന്ന താപനില നിലനിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആഹാരം നമുക്ക് പാകം ചെയ്ത് എടുക്കാൻ കഴിയും. The boiling point of water increases. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രഷർ എന്തോ ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. വാട്ട് അബൌട്ട് ഡിഗ്രീസ് ഇൻ പ്രഷർ? പ്രഷർ ഡിഗ്രീസ് ചെയ്താൽ, മർദ്ദം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 degree Celsius താഴ്ന്ന താപനിലയിൽ തിളയ്ക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ ഇൻ ഹൈ altitude regions, water boils at a temperature below 100 degree Celsius. What do you understand from that? എന്താണ് കാരണം? പ്രഷർ ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോന്ന് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് ഡിഗ്രീസ് ചെയ്യും. മർദ്ദം കുറയുമ്പോഴത്തേക്ക് ജലത്തിന്റെ തിളനിലയും കുറയുന്നു. അവിടെ മർദ്ദം കുറയാണ് ചെയ്യുന്നത്, അപ്പോൾ തിളനിലയും കുറയുന്നു. പ്രഷർ കുക്കറിൽ മർദ്ദം കൂടാണ് ചെയ്യുന്നത്, അപ്പോൾ എന്തോന്ന് ചെയ്യുന്നു? അവിടുത്തെ തിളനിലയും ഉയരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? Does water vaporize only at its boiling point? ജലം ബാഷ്പീകരിക്കുന്നത് തിളനിലയിൽ മാത്രമാണോ? നോക്കാം. വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് ഫോം ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ 0 degree Celsius and 100 degree Celsius. അന്തരീക്ഷ മർദ്ദത്തിൽ 0 degree Celsius 100 degree Celsius ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. But water changes to vapor at any temperature up to 100 degree Celsius. എന്നാൽ 100 degree Celsius വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു. ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഓൺ ഹീറ്റിംഗ് വാട്ടർ, ദ ഹീറ്റ് അബ്സോർബ്ഡ് is utilized for rise in temperature and for evaporation. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപനില വർദ്ധിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു. ചൂടാക്കുമ്പോഴത്തേക്ക് ആഗിരണം ചെയ്യുന്ന ചൂട് ഏതിനൊക്കെ ഉപയോഗിക്കുന്നു? താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനുമായിട്ടും ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അന്തരീക്ഷ മർദ്ദത്തിൽ 0 degree Celsius 100 degree Celsius ഇടയിലുള്ള താപനിലയിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. 100 ഡിഗ്രിക്കും 100 ഡിഗ്രിക്കും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ 100 degree Celsius വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്നതിന് എന്തോന്ന് പറയും? ബാഷ്പീകരണം or evaporation എന്ന് പറയുന്നു. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു.
Okay, clear ആയോ? Water exists in the liquid form of temperature between 0 degree Celsius and 100 degree Celsius, but water changes to vapor at any temperature up to 100 degree Celsius. Evaporation is the process by which a liquid changes to vapor. On heating water, the heat absorbed is utilized for rise in temperature and for evaporation. Okay, clear ആയോ? ബോയിലിംഗ് പോയിന്റ് മർദ്ദം കൂടുമ്പോഴത്തേക്ക് തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോഴത്തേക്ക് തിളനില കുറയുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കാം, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. Take equal quantity of water and coconut oil in 2 separate beakers and heat them in water bath. ജലവും വെളിച്ചെണ്ണയും തുല്യ മാസിൽ വെവ്വേറെ ബീക്കറുകളിലെടുത്ത് ഒരു വാട്ടർ ബാത്തിൽ ചൂടാക്കുക. എന്താണ്? മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ അറ്റ് റെഗുലർ ഇന്റർവെൽസ് യൂസിങ് എ തെർമോമീറ്റർ. ജലത്തിന്റെയും വെളിച്ചെണ്ണയുടെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് നിശ്ചിത ഇടവേളകളിൽ അളക്കുക. Which of two temperatures reaches a higher value in specified time? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏതിന്റെ താപനിലയാണ് കൂടുതൽ ഉയരുന്നത്? Even when the same amount of heat is applied, equal quantities of water and coconut oil. Why doesn't the temperature of water increases suddenly? ഒരേ മാസിലെടുത്ത ജലത്തിലും വെളിച്ചെണ്ണയ്ക്ക് ഒരേ അളവിൽ താപം നൽകിയിട്ടും ജലത്തിന്റെ താപനില പെട്ടെന്ന് ഉയരാതിരിക്കാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട്. ഓക്കെ, അതാണ് കാരണം. വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. The following are some of the situations which make use of high heat capacity of water. Water is used in radiators to regulate the heat in automobile engine. ജലത്തിന്റെ ഉയർന്ന താപധാരത പ്രയോജനപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ്. ഏതൊക്കെയാണ്? വാഹന എഞ്ചിനുകളിലുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്റ്റ്. ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. 2/3 of the earth is water. This regulates the temperature of the earth. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു. പിന്നെന്താണ്? മോർ ദാൻ 65% ഓഫ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ വാട്ടർ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം 65% ജലമാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? More than 65% of body of plants and animals is water. What is its advantage? എന്താണ്? This helps to regulate the body temperature. ഇത് ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. This helps to regulate the body temperature. അതും കൂടെ ഇതിന്റെ കൂടെ പറയാം. ഓക്കെ, ഈ സിറ്റുവേഷൻസിന്റെ കൂടെ ഈ കാര്യം കൂടെ പറയാം. ഓക്കെ, അടുത്തത് നോക്കാം. ഫ്രീസിംഗ് ഓഫ് വാട്ടർ, ജലത്തിന്റെ ഘനീഭവിക്കൽ. വി ആർ ഫെമിലിയർ വിത്ത് വാട്ടർ ഗെറ്റിംഗ് ഫ്രോസൺ ഇൻ ഫ്രീസേഴ്സ്. ഫ്രീസറിൽ വെച്ച് ജലം ഉറഞ്ഞ് കട്ടയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വാട്ടർ ചേഞ്ചസ് ടു ഐസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ റീച്ചസ് 0 degree Celsius. അപ്പോൾ താപനില എത്ര? 0 degree Celsius ആകുമ്പോഴത്തേക്ക് ജലം എന്തായി മാറും? ഐസായി മാറുമെന്ന് നമുക്കറിയാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 degree Celsius. എന്താണ്? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിന്റെ ഖരാങ്കം എന്ന് അഥവാ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 degree Celsius. ജലത്തിന്റെ ഖരാങ്കം എത്രയാണ്? 0 degree Celsius. നോർമലി ആൾ സബ്സ്റ്റൻസസ് shrink on cooling and their volume decreases. This is increases its density. സാധാരണ ഏതൊരു വസ്തുവും തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ സാന്ദ്രത എന്തോ ചെയ്യുന്നു, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, വർദ്ധിക്കും. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഐസ് ഷുഡ് സിങ്ക് ഇൻ വാട്ടർ ബട്ട് ഡസൻറ്റ് ഹാപ്പൻ. അങ്ങനെയാണെങ്കിൽ ജലം തണുത്തുണ്ടാകുന്ന ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുകയല്ലേ വേണ്ടത്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഐ ഷുഡ് സിങ്ക് ഇൻ വാട്ടർ ബട്ട് ഡസ് ഇറ്റ് ഹാപ്പൻ. എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ജലം തണുത്തുണ്ടാകുന്ന ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകുകയല്ലേ വേണ്ടത്. അങ്ങനെയാണോ സംഭവിച്ചത്? എന്താണ്? ഐസ് ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഐസ്. ജലത്തിന് ഐസിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഐസ്, അതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടന്നത്. വിച്ച് ഈസ് ഡെൻസർ, ഐസ് ഓർ വാട്ടർ? ഏത്, ഐസിനാണോ ജലത്തിനാണോ സാന്ദ്രത കൂടുതൽ? ജലത്തിനാണ് ഐസിനേക്കാൾ സാന്ദ്രത കൂടുതൽ. വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഐസ്. ഓക്കെ, അടുത്ത് നോക്കാം. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ജലത്തിന്റെ അസ്വാഭാവിക വികാസം. When water is cooled, its density increases and cold water goes down. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോകുകയും ചെയ്യുന്നു. This occurs till the temperature reaches 4 degrees Celsius. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നതുവരെ സംഭവിക്കുന്നു. When atmospheric temperature goes below 4 degrees Celsius due to anomalous expansion of water, its volume increases while its density decreases. ജലത്തിന്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. Water below 4 degrees Celsius rises to the surface. It freezes and covers the surfaces of water with ice which is less dense than water. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയരുന്നു. അത് തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസ് നിറയുന്നു. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നു. ഓക്കെ, മനസ്സിലായോ? അക്വാട്ടിക് ലൈഫ് ഇൻ വാട്ടർ ബോഡീസ് അറ്റ് colder regions is sustained in the water below this layer of ice. അസ്വാഭാവിക വികാസം എന്താണ്? ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നതുവരെ സംഭവിക്കുന്നു. അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ ജലത്തിന്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയരുന്നു. ഇത് തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായിട്ട് മാറുന്നു. തണുപ്പുള്ള പ്രദേശത്തിലെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ. Take 3 quarters of water in a glass bottle, note the water level, close it and place it in the freezer. After a few hours, take the bottle out and observe it. When water freezes to ice, does it expand or shrink? When water is converted to ice, its volume increases and the density decreases. മനസ്സിലായ എന്താണെന്ന്? ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പിയിൽ 3/4 ഭാഗം ജലമെടുത്ത് ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ശേഷം അടച്ച് ഫ്രീസറിൽ വയ്ക്കുക. മണിക്കൂറുകൾക്ക് ശേഷം കുപ്പി പുറത്തെടുത്ത് നിരീക്ഷിക്കുക. വെള്ളം ഐസ് ആയപ്പോൾ വികസിക്കുകയാണോ ചുരുങ്ങുകയാണോ ചെയ്തത്? എന്താണ് ചെയ്തത്? ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയുമാണ് ചെയ്യുന്നത്. എന്താണ്? When water is converted to ice, its volume increases and density decreases. Water freezes, ice does expanded or shrink. When water converted to ice, its volume increases and density decreases. ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും അതിന്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ കാരണം.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.